Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻകറിയുടേതാണ്. ഒട്ടും എണ്ണയില്ലാത്ത ഒരു മീൻകറി. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേടിച്ചിട്ടും ഒരു പരീക്ഷണമായിട്ടും ഒക്കെയാണ് ഈ കറി ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ടിൻ്റെ വീട്ടിലുമൊക്കെ വലിയ ഹിറ്റായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ ഡയറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലോ എങ്ങനെയാണെങ്കിലും ഈ റെസിപ്പി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 6 തൊട്ട് 8 വരെ കാശ്മീരി മുളക്, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ എരിവിൻ്റെ ഇതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതെടുത്ത് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വറുക്കുമ്പോൾ കണ്ണും മുഖമൊക്കെ ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ, അത് കുറച്ചിങ്ങനെ പൊട്ടി തുടങ്ങും. ഇത് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിക്കുരു ചേർക്കാം. എന്നിട്ട് അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ മല്ലി മുളകും മാത്രം നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ സമയം ഇളക്കി കൊടുക്കണം. ബാക്കിയുള്ള സ്പൈസസ് അതിന് ശേഷം നമുക്ക് തുടരെ ചേർക്കാം. അപ്പം ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/8 ടീസ്പൂൺ വീതം കടുകും ഉലുവയും, അതായത് 1/4 പകുതി അത്രയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം അതിനെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കതിനെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം തണിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്ക് വരും. പിന്നെ 2 ടേബിൾ സ്പൂണിന് കണക്കായിട്ടുള്ള വെളുത്തുള്ളി, അത് ഒരു 6 എണ്ണം ഉണ്ട് കേട്ടോ, ഈ തടിയൻ വെളുത്തുള്ളി. പിന്നെ ഒരു വലിയ ഉള്ളിയാണ് ഇത്, ഇതുപോലെ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് ഇട്ടാൽ മതി. മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കിത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരപ്പിന് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചത്. ഇനി നമുക്ക് ഇതിനെ ഈ നേരത്തെ യൂസ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കറി. അപ്പോൾ ആ ചുവട് കട്ടി വേണമെന്ന് പറയുന്നത് അതാണ്. നമ്മളിതിൽ ഓയിൽ ചേർക്കാത്ത കാരണം കരിയാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് അതിലേക്ക് ഈ അരപ്പും മിക്സി കഴുകിയ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ചെറുങ്ങനെ തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളി ചേർക്കണം. അപ്പോൾ സാധാരണ പുളിയാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുതിർത്തിയിട്ട് അത് ചേർക്കുക. ഞാനിവിടെ പുളിയുടെ കോൺസെൻട്രേറ്റ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 1/2 ടീസ്പൂൺ മതി. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തക്കാളി അരച്ചത്, അപ്പം ഞാനിവിടെ ഒരു 1.5 തക്കാളി ആണ് എടുത്തത്. അപ്പം ഏകദേശം 1 കപ്പ് കിട്ടണ വിധത്തിൽ അതിൻ്റെ ഒരു പേസ്റ്റ് ഇതുപോലെ മിക്സിയിൽ വെറുതെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എരിവ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ ഉള്ളിയൊന്നും നമ്മൾ വഴറ്റാതെ ഇട്ട കാരണം അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചൊയ ഉണ്ടാവും. അപ്പം അത് ആ പുളിയും മസാലയും ഒക്കെ കൂടി അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും. അപ്പോൾ അതിനായിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് നന്നായി തിളച്ചു, ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മത്സ്യകഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഈ മസാലയ്ക്ക് ഒരു തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്സ്യകഷ്ണങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാമണാണ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ഫില്ലേഴ്സ് മുറിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുള്ളില്ല. അപ്പോൾ ഏത് മത്സ്യമാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്നൊരു മത്സ്യമാണ്. പക്ഷെ എന്നാലും നമ്മളത് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോഴേ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ, അപ്പോഴാണ് അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് കിടക്കുള്ളൂ.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്സ്യമൊക്കെ നല്ല കറക്റ്റ് വേവിലാണ് ഉള്ളത്. ഗ്രേവിയൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് കടുകിൻ്റെ കയ്പ്പ് പോലെ എന്തെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയും കൂടി ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.